യെസ് മോർണിംഗിൽ നമുക്കിപ്പം അതിഥിയെ എത്തിയിരിക്കുന്നത് KSUവിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആൻ സെബാസ്റ്റ്യൻ ആണ്. നമുക്ക് സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാം ആൻ സെബാസ്റ്റ്യനെ. ഗുഡ് മോർണിംഗ് ആൻ, സ്വാഗതം ഹലോ മലയാളത്തിലേക്ക്. ഗുഡ് മോർണിംഗ്. സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിരിക്കുന്നു. ഇപ്പൊ വിദ്യാർത്ഥി സംഘടനകളുടെയൊക്കെ വലിയ ഇടപെടലുകളൊക്കെ നടക്കാൻ പോകുന്ന ദിവസമൊക്കെയാണ് ഇനി അങ്ങോട്ട്. കാരണം 2 മാസത്തെ വേനൽ അവധിയൊക്കെ കഴിഞ്ഞ് കൊച്ചു കൂട്ടുകാരൊക്കെ സ്കൂളിലേക്കൊക്കെ എത്തി. KSUവിൻ്റെ ഒക്കെ ഇടപെടലൊക്കെ ഈ വിഷയത്തിലൊക്കെ ഇനി ഉണ്ടാകും, ഇപ്പോഴും ഉണ്ടായിട്ടൊക്കെ ഉണ്ടാകും, പ്രവേശനോത്സവമായിട്ടൊക്കെ ബന്ധപ്പെട്ട്. അപ്പോൾ എന്താ നമ്മുടെ കൊച്ചു കൂട്ടുകാരോടൊക്കെ പറയാനുള്ളത്? അതിൽ നിന്ന് തുടങ്ങാം നമുക്ക്. അതെ, ക്ലാസ് മുറികളാണ് നമ്മള് സ്വന്തം വീട് വിട്ട് വിവിധ തലത്തിൽ നിന്നുള്ള മനുഷ്യരെ, വിവിധ ജീവിത സാഹചര്യങ്ങളിലുള്ളവരെ പരിചയപ്പെടുന്ന, പുസ്തകങ്ങളിൽ നിന്ന് പഠിക്കുന്നതിനപ്പുറം അല്ലെങ്കിൽ ഇപ്പോൾ ഒരു അൽഗോരിതം നിയന്ത്രിക്കുന്ന ഒരു ലോകമാണല്ലോ. അപ്പൊ എല്ലാ അൽഗോരിതങ്ങളെയും തെറ്റിച്ചുകൊണ്ട് ജീവിത യാഥാർത്ഥ്യങ്ങളെ നേരിടുന്ന സ്ഥലമാണ് ക്ലാസ് മുറികള്. അപ്പൊ ആ ക്ലാസ് മുറികളും കളിക്കളങ്ങളും സ്റ്റാഫ് റൂമുകളും ഏറ്റവും നല്ല കരുത്ത് നമുക്ക് പകരുന്ന രീതിയിൽ തന്നെ ആകണം. അപ്പോ ചോദ്യങ്ങൾ ചോദിക്കാൻ പ്രാപ്തിയുള്ള വിദ്യാർത്ഥികളായിട്ട് കൂടുതൽ ഉയർന്ന ക്ലാസ്സുകളിലേക്ക് എത്താനുള്ള പരിശീലനം ഓരോ ദിവസവും സ്കൂളുകള്, വിദ്യാലയങ്ങള് അവർക്ക് നൽകട്ടെ. ഓക്കെ ആൻ, ഇപ്പം പുതിയ സർക്കാരാണ്. ഇപ്പം സർക്കാർ അധികാരത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ വകുപ്പുകളിൽ ഒന്ന് വിദ്യാഭ്യാസമാണെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം PN3 ആയിരുന്നു കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തെ വലിയ വിവാദം. അന്ന് അതിനെ എതിർത്ത സംഘടനയാണ് KSU. പുതിയ സർക്കാർ PM3 നടപ്പാക്കിയാൽ അതിനെ എതിർക്കുമോ, അതോ ഭേദഗതികളൊക്കെ വരുത്തിയാൽ ഒപ്പം നിൽക്കുമോ? ഒന്നാമത്തെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മള് ഭരണത്തിലേറിക്കഴിഞ്ഞാൽ, മാതൃസംഘടന ഭരണത്തിലേറിക്കഴിഞ്ഞാൽ സമരം ചെയ്യാൻ പാടില്ല, അതിനെ ന്യായീകരണ തൊഴിലാളികളാക്കണം എന്നൊരു ശീലം KSUവിന്റെ ചരിത്രത്തിലുമില്ല, ഇനി ഭാവിയിൽ ഉണ്ടാവുന്ന ഒരു കാര്യമല്ല. അപ്പോ എന്തെങ്കിലും ഒരു വിഷയത്തിൽ തന്നെ ഞാൻ ഇന്നോ നാളെയോ നിയമസഭയിലേക്ക് അല്ലെങ്കിൽ തിരുവനന്തപുരത്തേക്ക് പോയി വിദ്യാഭ്യാസ മന്ത്രിയെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അത് മറ്റ് അഭിനന്ദനം എന്നതിനപ്പുറം ഒരു പരാതി പറയാൻ തന്നെയാണ്. കളർ ഡ്രസ്സുകള് എല്ലാ ആഴ്ചയിലും ഒരു ദിവസം കളർ ഡ്രസ് ആക്കണം എന്നുള്ള ഒരു ചർച്ച നടക്കുന്ന സമയമാണ്. അപ്പൊ വ്യക്തിപരമായും സംഘടനയിലുള്ള പലരുമായിട്ട് സംസാരിക്കുമ്പോൾ, മറ്റു വിദ്യാർത്ഥികളായിട്ട് സംസാരിക്കുമ്പോൾ അത് ഉചിതമായിട്ടൊരു തീരുമാനമായി നമ്മൾ കാണുന്നില്ല. കാരണം എന്തിനാണ് നമ്മൾ വിദ്യാലയങ്ങളിൽ സ്കൂൾ യൂണിഫോം കൊണ്ടുവന്നത്? വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളിൽ നിന്നുള്ളവർക്ക് ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യാതിരിക്കാനാണ് സ്കൂളുകളിൽ യൂണിഫോം. അപ്പൊ നമ്മൾ ഓണത്തിനും ക്രിസ്മസിനും പോലും ഒപ്പത്തിനൊപ്പം നല്ല ഡ്രസ്സ് ഇട്ട് വരാൻ ബുദ്ധിമുട്ടുന്ന ഒരുപാട് വിദ്യാർത്ഥികളെ നമുക്ക് പല സ്കൂളുകളിൽ കാണാൻ സാധിക്കും. അപ്പൊ ആഴ്ചയിൽ ഒരിക്കൽ യൂണിഫോം ആക്കുന്ന ഒരു കാര്യത്തെ വ്യക്തിപരമായിട്ട് ഞാൻ അത്രയും യോജിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. അപ്പൊ സംഘടനാപരമായിട്ടുള്ള ഒരു തീരുമാനം കൂടി നോക്കിയിട്ട് വിദ്യാഭ്യാസ മന്ത്രിയെ പരാതി അറിയിക്കാനുള്ള ആലോചനയിലാണ് ഞാനുള്ളത്. അപ്പൊ അത് ഈ PM3 ആയാലും ഏത് വിഷയമായാലും പ്രത്യയശാസ്ത്രങ്ങൾക്ക് വിരുദ്ധമായ ഭാവിയെ ബാധിക്കുന്ന വിഷയമാണ്, ഭരണഘടനയെയും വിദ്യാർത്ഥികളുടെ ഭാവിയെയും ബാധിക്കുന്ന വിഷയമാണെങ്കിൽ അത് ആര് ഭരിച്ചാലും അതിനെ എതിർക്കാനാണ് കോൺഗ്രസ് പ്രസ്ഥാനവും KSU പ്രസ്ഥാനവും ഞങ്ങൾക്ക് പഴയ ദിവസങ്ങളിൽ, മുൻകാലങ്ങളിൽ കാണിച്ചു തന്നിട്ടുള്ളത്. അത് തന്നെയായിരിക്കും നമ്മൾ മുന്നോട്ട് പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം. നമ്മൾ ഭരിക്കുന്നത് എപ്പോഴും പ്രതിപക്ഷമായിരിക്കുക, വിദ്യാർത്ഥി പക്ഷം, അത് ആര് ഭരിച്ചാലും എപ്പോഴും ഇടതുപക്ഷമായിരിക്കുക. വിദ്യാർത്ഥി പക്ഷം, സ്ത്രീപക്ഷം, ദളിത് പക്ഷം, അതൊക്കെ എന്നും ഇടതുപക്ഷമാണ്, എന്നും പ്രതിപക്ഷത്താണ്. ഭരണത്തോട് എന്നും ചോദ്യങ്ങൾ ചോദിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരായിരിക്കണം വിദ്യാർത്ഥി സംഘടനയെ നയിക്കേണ്ടത്. ആൻ, ഇപ്പം തിരുവനന്തപുരത്ത് അട്ടക്കുളങ്ങരയിൽ ഇന്നലെ ഒരു സ്കൂൾ കെട്ടിടം തകർന്നിവിടുന്നത് ആനന്റെയും ശ്രദ്ധയിൽപ്പെട്ട് കാണും. ഇന്നലെ പ്രവേശനോത്സവം പോലും പല സ്കൂളുകളിലും ഈ ഫിറ്റ്നസ് പൂർത്തിയാക്കാതെയാണ് നടന്നത്. അപ്പം ഇത്തരം വിഷയങ്ങളിൽ വിദ്യാർത്ഥി സംഘടന നിലയ്ക്ക് സർക്കാരിന്റെ ശ്രദ്ധയിൽ അതുകൂടി എത്തിക്കില്ലേ? തീർച്ചയായും അത് ശ്രദ്ധയിൽ അവര് ഗൗരവത്തോടു കൂടി എടുത്തു കഴിഞ്ഞൊരു വിഷയമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫിറ്റ്നസ് ഉണ്ടെങ്കിൽ മാത്രം പ്രവർത്തിച്ചാൽ മതി. കാരണം ഒരു ജീവൻ, ഒരു സ്കൂൾ എങ്ങനെങ്കിലും തട്ടിമുട്ടി പ്രവർത്തിക്കുക എന്നതിനപ്പുറം അവിടെ ജീവന് അപകടമില്ലാത്ത രീതിയിൽ, റിസ്ക് ഇല്ലാത്ത രീതിയിൽ ആ കെട്ടിടങ്ങൾക്കും അവിടുത്തെ സാഹചര്യങ്ങൾക്കും ഫിറ്റ്നസ് ഉണ്ടാവുക എന്ന് പറയുന്നത് ബേസിക് ആയിട്ടൊരു കാര്യമാണ്. അവിടുത്തെ അധ്യാപകര്, അവിടുത്തെ മാതാപിതാക്കളെല്ലാം ആദ്യത്തെ എങ്ങനെങ്കിലും സ്കൂള് ഫങ്ഷൻ ചെയ്തു പോവുക എന്നതിനപ്പുറം അത് ഫിറ്റ്നസോടുകൂടി ജീവന് ആപത്തില്ലാത്ത രീതിയിൽ ഫങ്ഷൻ ചെയ്യേണ്ടതെന്ന് ഉറപ്പുവരുത്തുക.
അതിന് എന്ത് മാനദണ്ഡമാണെങ്കിലും അല്ലെങ്കിൽ എന്ത് എതിർപ്പുണ്ടെങ്കിലും ആദ്യം അത് നിർത്തിവെച്ച് ഫിറ്റ്നസ് ഉറപ്പാക്കിയതിന് ശേഷമാണ്. കാരണം കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ വിദ്യാർത്ഥികളുടെ ജീവൻ വരെ പല രീതിയിൽ അപകടപ്പെടുത്തുന്ന വാർത്തകൾ നമ്മൾ കണ്ടു. അപ്പൊ ഒരു ക്ലാസ്സോ അല്ലെങ്കിൽ ഒരു A+ഓ അല്ലെങ്കിൽ ഒരു അധ്യയന വർഷമൊന്നും ജീവന്റെ അത്രയും വിലയുള്ളതല്ല. അപ്പൊ അത് സർക്കാരും വിദ്യാഭ്യാസ മന്ത്രിയും പ്രധാന അധ്യാപകരും PTA എല്ലാം ഒരേ ഗൗരവത്തിൽ കണ്ടുകൊണ്ട് വിദ്യാർത്ഥി സംഘടനകളും അതിനോട് എന്ത് നമ്മൾ ചെയ്യുന്നു ആ രീതിയിൽ തന്നെ നമ്മൾ അവർക്കൊപ്പം ഉണ്ടാവും ഈ അപകടം ഒഴിവാക്കുന്നതിന് വേണ്ടി. യെസ്. ആൻഡ് ഇപ്പോൾ ജൻസികൾ പോലും തിരഞ്ഞെടുപ്പിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന കാലമാണ്. നീറ്റ് അടക്കമുള്ള വിഷയങ്ങളിൽ രാജ്യത്തെ ഏറ്റവും വലിയ പ്രതിഷേധം ഉയർത്തുന്നു കോക്രോച്ച് ജനതാ പാർട്ടിയെ പോലുള്ള ജൻസി കൂട്ടായ്മകൾ. ഇപ്പം നീറ്റ് മാത്രമല്ല, ഇപ്പം നമ്മൾ CBSEക്കുള്ളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു ഉത്തരവാദിത്തമില്ലായ്മയാണ് CBSEയുടെ ഭാഗത്തു നിന്നൊക്കെ. ഒരു വിദ്യാഭ്യാസ നയവും അല്ലെങ്കിൽ കുറേ കുട്ടികളുടെ ഭാവിയൊക്കെ വെച്ച് പന്താടുന്ന നിലപാടാണ് CBSE ആവട്ടെ നീറ്റ് ആകട്ടെ ഒക്കെ കാണുകയും ചർച്ച ചെയ്യുകയും അവരുടെ കുറ്റസമ്മതവും ഒക്കെ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ കൂട്ടായ്മകൾ, ഇപ്പോൾ ജൻസി കൂട്ടായ്മകളാണെങ്കിലും ഈ വിഷയങ്ങളൊക്കെ മുഖ്യധാര വിദ്യാർത്ഥി സംഘടനകൾക്ക് എന്തെങ്കിലും വെല്ലുവിളി ഉണ്ടാക്കുന്നുണ്ടോ? ഒപ്പം തന്നെ നിലവിലെ ഈ ഒരു സാഹചര്യത്തെ എങ്ങനെയാണ് KSU വിലയിരുത്തുന്നത്? ഞാൻ ചോദിക്കുന്നത് ഈ നീറ്റുമായി ബന്ധപ്പെട്ടും CBSEയുമായിട്ടുമൊക്കെ ബന്ധപ്പെട്ടും രാജ്യം ചർച്ച ചെയ്യുന്ന വിവാദങ്ങൾ. ഈ വിവാദങ്ങളില് ഒരു പക്ഷേ ഓരോ കാലത്തും വ്യത്യസ്തമായ രീതിയിലാണ് ഞങ്ങളുടെ അല്ലെങ്കിൽ ഞങ്ങൾ ആദ്യമായി കാണുമ്പോൾ ഇതുപോലെയുള്ള മൂവ്മെന്റുകൾ എന്നതിന് പകരം പരമ്പരാഗതമായ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ മെമ്പർഷിപ്പ് എടുപ്പിച്ച് സമരങ്ങൾക്ക് കൊണ്ടുപോയി പ്രതികരണശേഷി ഉള്ള ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിൽ വലിയ ഉത്തരവാദിത്തം കാണിച്ചിട്ടുള്ളത് പരമ്പരാഗതമായിട്ടുള്ള KSU SFI ഉൾപ്പെടെ MSF ABVP ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങളാണ്. ആ പ്രസ്ഥാനങ്ങൾ ഇവിടെ അതുപോലെ തന്നെ നിലനിൽക്കുമ്പോൾ ഇതുപോലെയുള്ള മൂവ്മെന്റുകൾ ഉണ്ടാകുന്നതിനെ പോസിറ്റീവായിട്ട് കാണണം. കാരണം ഇതിനെ ഹൗ യൂത്ത് റിയാക്ട് അല്ലെങ്കിൽ ഹൗ ജെൻസി റിയാക്ട് ടു ദ സോഷ്യൽ ഇഷ്യൂസ് എന്ന് നമ്മൾ കണ്ടാൽ മതി. അപ്പോ നീറ്റ് വിഷയം ഉണ്ടാകുമ്പോഴായാലും മറ്റു വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ കൂട്ടത്തോടുകൂടി അവരവരുടെ ഫോണില് അവരവർക്ക് കൗതുകം തോന്നുന്ന റീൽസ് മാത്രം സ്ക്രോൾ ചെയ്ത് പോകുന്ന ഒരു തലമുറ എന്നതിനപ്പുറം ഭരണകൂടത്തെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റ് രാജ്യങ്ങളിലെല്ലാം അവര് ഒരു യങ്സ്റ്ററിന് ഏറ്റവും അവരുടെ അരി പോലെ അല്ലെങ്കിൽ ഭക്ഷണം പോലെ ഇമ്പോർട്ടന്റ് ആണ് ഇന്റർനെറ്റ് കണക്ഷൻ എന്ന് പറയുന്നത്. അപ്പോ ഇന്റർനെറ്റ് കണക്ഷൻ നിർത്തലാക്കുമ്പോൾ അവർക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ പറ്റാതെ ഇരിക്കുമ്പോഴാണ് മറ്റ് രാജ്യങ്ങളിലൊക്കെ വലിയ ജൻസി മൂവ്മെന്റുകൾ ഉണ്ടായിട്ടുള്ളത്. പക്ഷെ കോക്രോച്ച് ജനതാ പാർട്ടിയെ നമ്മൾ പോസിറ്റീവായി കാണുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റ് കട്ടാക്കിയിട്ടൊന്നല്ല, ഇവിടുത്തെ തൊഴിലില്ലായ്മയും അല്ലെങ്കിൽ അവരുടെ ആത്മാഭിമാനത്തെ വേദനിപ്പിക്കുന്ന രീതിയിൽ അവരെ പാറ്റകളോട് ഉപമിക്കുന്ന ഭരണകൂടത്തിന്റെ ഭാഗമായിരിക്കുന്ന അധികാര കേന്ദ്രങ്ങളെ ചോദ്യം ചെയ്യാൻ അവരവരുടെ സോഷ്യൽ മീഡിയ പരസ്യമായിട്ട് ഉപയോഗിക്കുന്നതിനെ നമ്മൾ ഭരണകൂടമായാലും വിദ്യാർത്ഥി സംഘടനകളായാലും പോസിറ്റീവായിട്ട് കണ്ടാൽ മതി. ഇത് KSU അല്ലെങ്കിൽ NSUI അല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘടനകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് വെച്ചാൽ ഒരിക്കലുമില്ല. നമ്മൾ അവരെ സ്വാഗതം ചെയ്യാണ്. കാരണം അവരുടെ അപ്പോഴത്തെ അമർഷവും പ്രതികരിക്കാൻ ഏറ്റവും എളുപ്പമുള്ള വഴിയായിട്ടാണ് ആ സോഷ്യൽ മീഡിയ കൂട്ടായ്മകൾ മൂവ്മെന്റുകൾ. അത് തുടർന്നു പോകണമെങ്കിൽ, അത് ഭാവിയിൽ തുടർന്നു പോകണമെങ്കിൽ പ്രത്യയശാസ്ത്രപരമായ അടിത്തറയുള്ള ഈ KSU പോലെ അല്ലെങ്കിൽ മറ്റ് സംഘടനകൾ പോലെയുള്ളവര് അനിവാര്യമാണ്. അപ്പൊ നമ്മള് കൂടുതൽ റിയാക്ട് ചെയ്യുന്ന വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിനിധികൾ വന്നിട്ട് അവര് വോട്ടവകാശത്തെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്. നമുക്കറിയാം ഈ ഒരു 10-15 വർഷമായിട്ട് അധികാരത്തിൽ ഇരിക്കുന്നവര്, കളക്ടർമാര്, മറ്റ് ജീവനക്കാരൊക്കെ പോളിംഗ് ബൂത്തിലേക്ക് യുവാക്കളെ എത്തിക്കുന്നതിന് വേണ്ടി യുവജന സംഘടനകള്, ക്ലബ്ബുകള് ഒക്കെ പോളിംഗ് ബൂത്തിലേക്ക് യുവാക്കളെ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി എത്തിക്കുന്നതിന് വേണ്ടി സ്പെഷ്യൽ പ്രോഗ്രാംസ് പ്ലാൻ ചെയ്യുന്ന സമയത്താണ് വോട്ടവകാശത്തെ കുറിച്ചും വോട്ട് ചോരി പോലെയുള്ള വിഷയത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി ചോദ്യം ചോദിക്കുന്ന യുവാക്കളുടെ കൂട്ടായ്മ ഉണ്ടാക്കുന്നത്. അപ്പൊ അത് പരമ്പരാഗതമായ ഞങ്ങളെ പോലെയുള്ള വിദ്യാർത്ഥി സംഘടനകൾക്ക് അവര് എതിരല്ല. ഞങ്ങൾ ശബ്ദിക്കുന്ന പ്രതിപക്ഷ ശബ്ദങ്ങൾക്ക് റിതം പകരുന്ന, കരുത്ത് പകരുന്ന മൂവ്മെന്റുകളാണ്, വേവുകളായിട്ടാണ് നമ്മൾ അവരെ കാണുന്നതും ചേർത്ത് പിടിക്കുന്നതും. ഓക്കെ, വ്യക്തമാണ്. ഇപ്പം ഈ സർക്കാർ വന്നതിന് ശേഷം മികച്ച പ്രതികരണം ലഭിച്ച ഒരു പ്രഖ്യാപനം, അത് ആർത്തവ ദിവസങ്ങളിൽ അവധി പ്രഖ്യാപിച്ചതാണ്. പക്ഷേ UDFിലെ MLAമാരടക്കം ചില നേതാക്കൾ അതിനെതിരെയും നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അപ്പം ആർത്തവമൊക്കെ നോർമൽ കാര്യമായിട്ട് കാണുന്ന ഈ കാലത്തേക്ക് ഇപ്പോഴും പലരും എത്തിയിട്ടില്ല. ഈ വിവാദം കാണുമ്പോൾ എന്താണ് KSUവിൻ്റെ വിലയിരുത്തൽ?
എന്തുകൊണ്ടാണ് ഇവർക്ക് ഇത് മനസ്സിലാവാത്തത്? അല്ലെങ്കിൽ വ്യക്തിപരമായി അവർക്ക് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ തന്നെ ഈ കാലഘട്ടത്തിലെ മനുഷ്യരായിട്ട്, മാതാപിതാക്കളായിട്ട്, മക്കളായിട്ട് ഒന്ന് സംസാരിച്ച് മനസ്സിലാക്കാൻ എന്തുകൊണ്ടാണ് ഈ പറയുന്ന അധികാരത്തിൽ ഇരിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട പദവികളിൽ ഇരിക്കുന്നവർ ശ്രമിക്കാത്തതെന്ന് ഞങ്ങൾക്ക് ആർക്കും മനസ്സിലാവുന്നില്ല. ഇപ്പോ പല ടാബൂസ് സോഷ്യലായിട്ട് അവരുടേതായ തെറ്റ് അല്ലാതെ പിന്നിലേക്ക് വലിക്കുന്ന, അതിപ്പോ കാസ്റ്റ് ആയിരിക്കാം, അതുപോലെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻസ് ആയിരിക്കാം, ഇതുപോലെയുള്ള ആർത്തവം, ഇതൊന്നും ഒരു വ്യക്തിയുടെ തെറ്റുകൊണ്ടല്ല. സൊസൈറ്റി അത് കാണുന്ന രീതിയുടെ ഭാഗമായിട്ട് അവർ പലപ്പോഴും പുറകിലേക്ക് വലിക്കുന്നത്. ഈ ചർച്ചയ്ക്ക് മുന്നേ ഞാൻ ജസ്റ്റ് ഫേസ്ബുക്കിൽ വായിച്ച ഒരു പോസ്റ്റാണ്. 10ാം ക്ലാസ്സിൽ ആദ്യമായിട്ട് മെൻസ്ട്രേഷൻ വന്നപ്പോ പെയിൻ കില്ലർ അന്ന് മുതൽ കഴിച്ചിട്ട് 40 വയസ്സ് വരെ, കാരണം സ്കൂളിൽ പോകുമ്പോൾ വേദന കാണിക്കാൻ പാടില്ല, സ്കൂളിൽ ഈ കാരണം പറഞ്ഞ് വീട്ടിൽ നിന്നോ സ്കൂളിൽ നിന്നോ ഞാൻ ഇന്ന് അവധി എടുക്കാണ്, ഞാൻ ഇന്ന് ക്ലാസ്സിൽ പോകുന്നില്ല എന്ന് പറയാൻ ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു കാലഘട്ടത്തില് പെയിൻ കില്ലേഴ്സിനെ മാത്രം ആശ്രയിച്ച് കൗമാരങ്ങൾ തുടങ്ങുകയും 40 വയസ്സ് കഴിഞ്ഞിട്ടും ജീവിതത്തിലെ പലതും അൺലേൺ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പോലും ഈ പെയിൻ കില്ലർ കൾച്ചറിനെ മാത്രം അൺലേൺ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് സ്ത്രീ ജീവിതങ്ങളുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ വ്യക്തിപരമായി ഞാൻ ഇതുവരെ ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടില്ലെങ്കിലും എന്റെ സുഹൃത്തുക്കള് എല്ലാ മാസവും ഈ ദിവസങ്ങളിൽ ഏറ്റവും വേദനയുള്ള 1-2 ദിവസങ്ങളിൽ അവർ BP ലോയായി തലകറങ്ങി വീഴുന്ന കുട്ടികളുണ്ട്. ആ ദിവസം അവർക്ക് ക്ലാസ്സിൽ പോകാതിരിക്കാനുള്ള ഒരു സിസ്റ്റം ഉണ്ടാവുക. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് നോർമൽ ടു ടേക്ക് എ ലീവ് എന്നുള്ള ഒരു പൊതുബോധം, അല്ലെങ്കിൽ അങ്ങനെ ഒരു സപ്പോർട്ട് വീട്ടിൽ നിന്നും സ്കൂളിൽ നിന്നും കിട്ടുന്നത് എത്ര ഭംഗിയുള്ള കാര്യമാണ്. നമ്മൾ എത്ര സന്തോഷത്തോടു കൂടിയാണ് അവരെ ചേർത്ത് പിടിക്കേണ്ടത്, ആ തീരുമാനത്തെ വെൽക്കം ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ് പല പാർട്ടികളിൽ നിന്നുള്ള നേതാക്കള് അത് എതിർക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, അവര് പറയുന്ന ന്യായീകരണങ്ങള് നാണക്കേടാണെന്നുള്ളതാണ്. നമ്മൾ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാനോ കക്കാനോ ഒന്നും അല്ല പോകുന്നത്. ജൈവികമായിട്ടുള്ള ഒരു പ്രോസസ്സിനെ ഒരു കാലഘട്ടം മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ മനസ്സിലാക്കാനും ചേർത്ത് പിടിക്കാൻ നോക്കുന്ന പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ താല്പര്യമുള്ളവർ മാത്രം എടുത്താൽ മതി. ഒരു ബുദ്ധിമുട്ടില്ലാത്തൊരു കുട്ടിയും എല്ലാ മാസം 3 ദിവസം ലീവ് എടുക്കണമെന്നില്ല. താല്പര്യമുള്ളവര്, അത് അത്യാവശ്യമുള്ളവര് മാത്രം. ഒരു ക്ലാസ്സിൽ 30 പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 12-10 പെൺകുട്ടികൾക്ക് മാത്രമായിരിക്കും ലീവ് എടുക്കേണ്ട ബുദ്ധിമുട്ടുള്ളത്. അപ്പോ വളരെ ചെറിയ ശതമാനമാണെങ്കിൽ പോലും തന്റേതായ തെറ്റല്ലാതെ ഒരു ബയോളജിക്കൽ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് വേദന പെയിൻ കില്ലറിൽ ഒതുക്കി, കരച്ചിൽ ഒതുക്കി പിടിച്ച് അവരുടെ ബാക്ക് പെയിൻ ഒക്കെ സഹിക്കാൻ പറ്റാതെ ക്ലാസ്സിലെ ബെഞ്ചിൽ ഇരിക്കേണ്ട അവസ്ഥയില്ല. യു ക്യാൻ ടേക്ക് റെസ്റ്റ് എന്ന് പറയുന്നതല്ലേ ജനാധിപത്യത്തിന്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. കാരണം ഇപ്പം ഈ പറഞ്ഞ പോലെ അത് നേരിട്ട് അനുഭവിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ് ഞാൻ. അപ്പം ഈ പറഞ്ഞ പോലെ ഇത് മാത്രമല്ല, നമ്മൾ ഈ പെയിൻ കില്ലർ മാത്രമല്ല, ഒന്ന് ബെഞ്ചിൽ ഇരുന്ന് എഴുന്നേൽക്കുമ്പോൾ 10 കുട്ടികളെ കൊണ്ട് തിരിഞ്ഞ് നടക്കുമ്പോഴത്തേനും എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു പോയ ഒരു സ്കൂൾ കാലമൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. വീട്ടിൽ സ്കൂളിലേക്ക് വിടാൻ ഭയന്നിരുന്ന അമ്മയുണ്ട് എനിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തെ അതിനെ നിറഞ്ഞ കൈകളോടെ കൈയടിച്ച് സ്വാഗതം ചെയ്യേണ്ടതിന് എന്തിനാണ് ഈ ഒരു വിവാദത്തിൽ പോകുന്ന കാര്യത്തിൽ ഇപ്പോഴും ഉത്തരം കിട്ടില്ല. ഒരു നല്ലൊരു പോസിറ്റീവ് തീരുമാനത്തിലേക്ക് അത് എത്തിച്ചേരട്ടെ. ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചാൽ ഫ്രീ ആക്കാം. ഇപ്പം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഗവർണറുമായി SFI അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ സമരത്തിലായിരുന്നു. ഇത്തവണയും വന്ദേമാതരം അടക്കമുള്ള വിഷയത്തിൽ ഗവർണർ സർക്കാരിനോട് കൊമ്പ് കോർക്കുന്നുണ്ട്. ഗവർണർ ഇതേ നിലപാട് തുടർന്നാൽ എന്താകും KSUവിൻ്റെ നിലപാട്? ഗവർണറെ ചോദ്യം ചെയ്യേണ്ട സമയങ്ങളില് അത് നമ്മൾ ചോദ്യം ചെയ്യും. പക്ഷെ ഞങ്ങൾ സമരം കുറെ നാളായിട്ട്, ഒരു 5-8 കൊല്ലമായിട്ട് സമരം ചെയ്തിട്ടില്ല. ഞങ്ങളുടെ പ്രസക്തി നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് നമുക്ക് ഗവർണറെ ആഞ്ഞടിക്കാം. ഒരു ഗവർണറിന്റെ സംഘപരിവാർ തീരുമാനങ്ങളെ സ്വാഗതം ചെയ്യേണ്ട, അല്ലെങ്കിൽ സ്വാഗതം ചെയ്യാൻ പാടില്ലാത്ത, ചോദ്യം ചെയ്യേണ്ട ഒരുപാട് ഇടങ്ങളിൽ ഒരുപാട് വർഷങ്ങളിൽ നിശബ്ദമായിരിക്കുകയും ഇലക്ഷൻ വരുന്ന അവസാനത്തെ 1 കൊല്ലം മാത്രം ഗവർണർക്കെതിരെ, കേന്ദ്ര ഗവൺമെന്റിനെതിരെ എന്ന് പറഞ്ഞിറങ്ങിയ SFIയുടെ നയത്തിന് എതിരാണെന്ന് നമ്മളുള്ളൂ. പക്ഷേ ഗവൺമെന്റിനെ പ്രതിസന്ധിയിലാക്കുന്ന, അല്ലെങ്കിൽ സംഘപരിവാർ അജണ്ടകള് കേരള സർക്കാരിനെയോ ഇവിടുത്തെ വിദ്യാർത്ഥികളെയോ യൂണിവേഴ്സിറ്റീസിനെയോ അടിച്ചേൽപ്പിക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അതിശക്തമായി, എങ്ങനെയാണോ 10 കൊല്ലം ജീവൻ പണയം വെച്ച് അത്രമാത്രം ചോര വാർന്ന് KSU സമരം ചെയ്തോ അതേപോലെ അതേ തീവ്രതയിൽ, അതിനേക്കാൾ തീവ്രതയിൽ സംഘപരിവാർ ശക്തികളെ നമ്മൾ എതിർക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതിന്റെ ഉത്തരവാദിത്വം കൂടിയുണ്ട്. നമ്മൾ വർഗീയമായിട്ട് ചേരി തിരിഞ്ഞ് മനുഷ്യനെ വേർതിരിക്കുന്ന ശക്തികൾക്കെതിരെ ഒരു കോംപ്രമൈസും പറയാതെ നേർക്കുനേർ പ്രസംഗിച്ചുകൊണ്ട്, നേർക്കുനേർ നിലപാടെടുത്തുകൊണ്ട്
ഒരു രീതിയിലും അവരുമായിട്ട് കോംപ്രമൈസ് ചെയ്യാതെയാണ് ഇത്രയും വലിയ ശതമാനം വോട്ട് UDF-ന് കിട്ടിയത്. അപ്പൊ അതേ നയം തന്നെ ഞങ്ങൾ ഇനിയും തുടരണമെന്നാണ് ജനം ആഗ്രഹിക്കുന്നത്. കേരള വിദ്യാർത്ഥി യൂണിയൻ സംഘർഷം ഉണ്ടാക്കുന്നതിന് വേണ്ടി, അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടിയിട്ട്, സംഘടനയുടെ പ്രതികരണ ശേഷി മരിച്ചിട്ടില്ല എന്ന് മറ്റുള്ളവരെയും സ്വയം ബോധ്യപ്പെടുത്തുന്നത് ഗതികേടിന് വേണ്ടിയിട്ടൊന്നും ഗവർണർ ആയി വെറുതെ നമ്മൾ സമരത്തിന് ഇറങ്ങില്ല. കൃത്യമായ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അത് ആ രീതിയിൽ തന്നെ അതിന്റെ ഗൗരവത്തിൽ നമ്മൾ അഡ്രസ് ചെയ്യും. ഓക്കെ ആൻ, നിലപാട് വ്യക്തമാണ്. ആനപ്പോൾ ഒരുപാട് സന്തോഷം ഞങ്ങൾക്കൊപ്പം ജോയിൻ ചെയ്തതിന്. ഇന്ന് നല്ലൊരു ദിവസമാകട്ടെ. താങ്ക് യു. ഓക്കെ ആൻ, ശരി.